നമസ്തേ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ വിദൂര ദർശന പഠന പരിപാടിയുടെ ഭാഗമായ ജഗത് വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനത്തിനായി ശ്രീമതി ലാലു വാസുദേവനെ ക്ഷണിക്കുന്നു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുജനങ്ങളെ, ഇന്ന് ഇവിടെ വിചിന്തനം ചെയ്യപ്പെടുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരു സ്വാമി തൃപാദങ്ങളാൽ വിരചിതമായ പ്രബോധനാത്മക കൃതിയായിട്ടുള്ള ധർമ്മം എന്ന കൃതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതിനായി നമുക്ക് ലഭ്യമായിരിക്കുന്നത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിലെ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ സന്യാസി പരമ്പരയിൽപ്പെട്ട ശ്രീമദ് പ്രബോധതീർത്ഥ സ്വാമികളെയാണ്. പ്രബോധതീർത്ഥ സ്വാമികൾ അടുത്ത കാലം വരെ ആലുവ അദ്വൈതാശ്രമത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഈയിടെ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡ് അംഗമായി സ്വാമികൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ ചേർത്തല മുഹമ്മ വിശ്വകാജി മഠത്തിൻ്റെ സെക്രട്ടറിയാണ്. ധർമ്മവേ പരം ദൈവം ധർമ്മവേ മഹാദനം ധർമ്മ സർവത്ര വിജയി ഭവത് ശ്രേയസ നൃണാം എന്നുള്ള 4 വരി സംസ്കൃത പദ്യം വളരെ ലഘുവായിട്ടുള്ളൊരു കൃതിയാണെന്ന് ഒരിക്കലും ആർക്കും കരുതാൻ കഴിയില്ല. ഇതിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മെ ഉദ്ബുദ്ധരാക്കുവാൻ സ്വാമിജിയെ പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മാത്രം ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് ശ്രീമദ് പ്രബോധതീർത്ഥ സ്വാമിജി അവരുടെ ഭക്തി ആദരപൂർവം ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. നമ്മളിന്ന് മനനം ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ രചിക്കപ്പെട്ട ധർമ്മം എന്ന കൃതിയാണ്. യാതൊരു ആമുഖവും ഇല്ലാതെ നേരിട്ട് നമ്മൾ കൃതിയിലേക്ക് പ്രവേശിക്കുക. ധർമ്മ ഏവ പരം ദൈവം ധർമ്മ ഏവ മഹാധനം ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം. ശ്ലോകത്തിന്റെ താത്പര്യം, ധർമ്മം തന്നെയാണ് പരമമായ ദൈവം, ധർമ്മം തന്നെയാണ് മഹാധനം, സർവത്ര വിജയിയാകുന്നത് ധർമ്മം തന്നെയാണ്. ധർമ്മം മനുഷ്യരെ ശ്രേയസ്സിലേക്ക് നയിക്കട്ടെ.
അല്ലെങ്കിൽ മനുഷ്യർക്ക് ശ്രേയസ്സിനായി കൊണ്ട് ധർമ്മം ഭവിക്കട്ടെ എന്നതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. നമ്മൾ ഈ ശ്ലോകത്തെ നോക്കിക്കഴിഞ്ഞാൽ 4 വരികൾ കാണാൻ സാധിക്കും. ഒന്നാമത്തെ വരി ധർമ്മ ഏവ പരം ദൈവം എന്നാണ്. ഈ ഒന്നാമത്തെ വരി ധർമ്മത്തിന്റെ ദാർശനികമായ നിർവചനമാണ്. ആദ്യത്തെ വരിയിലൂടെ സൈദ്ധാന്തികമായിട്ട് ഗുരുദേവൻ ധർമ്മത്തെ നിർവചനം ചെയ്യുന്നു. രണ്ടാമത്തെ വരി ധർമ്മ ഏവ മഹാധനം എന്നാണ്. രണ്ടാമത്തെ വരിയിൽ ധർമ്മത്തിന്റെ വ്യാവഹാരിക നിർവചനമാണ്. വ്യവഹാര തലത്തിൽ എപ്രകാരം ധർമ്മത്തെ മനസ്സിലാക്കാം എന്നതാണ് ധർമ്മ ഏവ മഹാധനം എന്ന രണ്ടാമത്തെ വരിയുടെ താല്പര്യം. മൂന്നാമത്തെ വരിയാകട്ടെ ധർമ്മ സർവത്ര വിജയി. അത് ധർമ്മത്തിന്റെ പ്രയോജനമാണ്. ധർമ്മം കൊണ്ട് എന്താണ് പ്രയോജനം? ധർമ്മത്തിന്റെ പ്രയോജനപരതയെ സൂചിപ്പിക്കുവാൻ മൂന്നാമത്തെ വരി നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ വരിയെ. നാലാമത്തെ വരി ഭവതു ശ്രേയസേ നൃണാം എന്ന നാലാമത്തെ വരി ധർമ്മത്തിന്റെ അനുഷ്ഠാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു ക്രമം ആവർത്തിക്കാം, ഓർമ്മിച്ചു വെക്കാം. ആദ്യത്തെ വരി ധർമ്മത്തിന്റെ ദാർശനിക നിർവചനമാണ്. രണ്ടാമത്തെ വരി ധർമ്മത്തിന്റെ വ്യവഹാര നിർവചനമാണ്. മൂന്നാമത്തെ വരി ധർമ്മത്തിന്റെ പ്രയോജനപരതയാണ്, അഥവാ ധർമ്മത്തിന്റെ പ്രയോജനമാണ്. നാലാമത്തെ വരി ധർമ്മ അനുഷ്ഠാനത്തിൽ എങ്ങനെയാണ് ധർമ്മം അനുഷ്ഠിക്കേണ്ടത് എന്നതിലേക്ക് വിരൽ ചൂണ്ടും. അപ്പൊ ഇപ്രകാരമാണ് നമ്മൾ ഈ ശ്ലോകത്തിന്റെ വരികളെ സമന്വയിക്കേണ്ടത്. ആദ്യത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ധർമ്മ ഏവ പരം ദൈവം. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ ഒന്നാമത്തെ വരി ദാർശനികമായി സൈദ്ധാന്തികമായി എന്താണ് ധർമ്മം എന്ന് നമ്മെ ഗുരുദേവൻ മനസ്സിലാക്കി തരും. കാരണം ധർമ്മം എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ധർമ്മശബ്ദം അറിയാത്തവരായിട്ട് ആരും തന്നെയില്ല. നമ്മുടെ ശ്രീനാരായണ പദാവലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതിൽ ധർമ്മമുണ്ട്. ശ്രീനാരായണ ധർമ്മസംഘം, അതിൽ ധർമ്മമുണ്ട്. ഗുരുധർമ്മ പ്രചരണ സഭ, അതിൽ ധർമ്മമുണ്ട്. ഇനിയോ വൈദിക ധർമ്മം, സനാതന ധർമ്മം. അങ്ങനെ ധർമ്മശബ്ദം നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി എല്ലാവരും പറയുന്നതാണ്. അപ്പൊ ഈ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ധർമ്മം എന്ന വാക്കിന്റെ ആ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഇത് സംസ്കൃതത്തിൽ എഴുതിയ ഒരു പദ്യമാണ്. സംസ്കൃതത്തില് ഏതൊരു വാക്കും ഉണ്ടാകുന്നത് ഒരു ധാതുവിൽ നിന്നാണ്. ആ ധാതുവിനോട് ചില പ്രത്യയങ്ങളൊക്കെ ചേർത്തിട്ടാണ് സംസ്കൃതത്തിൽ ശബ്ദങ്ങളെ നിഷ്പന്നമാക്കുന്നത്. ധർമ്മം എന്ന് പറയുന്ന ഈ വാക്ക് ഉണ്ടായിരിക്കുന്നത് ധൃഞ്ഞ് എന്നൊരു ധാതുവിൽ നിന്നാണ്. ആ ധാതുവിന്റെ അർത്ഥമാകട്ടെ ധരിക്കുക എന്നാണ്. ധൃഞ്ഞ് ധാരണേ. ഇപ്പൊ ധർമ്മശബ്ദത്തിന്റെ അതിന്റെ എറ്റിമോളജി, അതിന്റെ വ്യുൽപ്പത്തി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് യഥാർത്ഥ അർത്ഥം ധരിക്കപ്പെടുന്നത് എന്തോ അത് ധർമ്മം. അപ്പൊ ഈ ഒരു അർത്ഥം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതായത് നമ്മൾ ഈ ലോകത്തെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ മുഴുവനായിട്ട് നമുക്ക് വൈരുദ്ധ്യങ്ങളെ കാണാൻ കഴിയും. ദേശങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, വ്യക്തികൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, കാലങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, രാഷ്ട്രങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങൾ. അങ്ങനെ സർവത്ര വൈരുദ്ധ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഒന്നും കൂടി നമ്മുടെ നിരീക്ഷണത്തെ സൂക്ഷ്മതലത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വൈരുദ്ധ്യങ്ങളെയെല്ലാം ചേർത്ത് കോർത്തിണക്കുന്ന ഒരു ശക്തിയെ നമുക്ക് അറിയാൻ കഴിയും. നമ്മുടെ അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വിചാരം ചെയ്താൽ നമ്മുടെ അനുഭവ തലത്തിൽ നമ്മുടെ ശരീരം നോക്കൂ. ഈ ശരീരത്തില്
ഓരോ അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ വ്യത്യസ്ത പ്രവർത്തന സ്വഭാവത്തോടു കൂടിയ ഈ അവയവങ്ങളെല്ലാം ചേർത്ത് കോർത്ത് നിർത്തി ശരീരത്തെ ശരീരമാക്കി നിലനിർത്തുന്ന ഒരു സൂക്ഷ്മ ഘടകം അവിടെ. അത് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ശാസ്ത്രങ്ങൾക്ക് അവയവങ്ങളുടെ ബാഹ്യമായ രീതിയും അവയുടെ പ്രവർത്തന പന്ഥാവും പദ്ധതികളും എല്ലാം എത്ര ആഴത്തിൽ മനസ്സിലാക്കിയാലും ഏത് ഘടകമാണ് ഇതിനെയെല്ലാം കോർഡിനേഷൻ ചെയ്ത് ശരീരത്തെ ശരീരമാക്കി നിലനിർത്തുന്നത് എന്ന് ഒരു ബാഹ്യമായ ഉപകരണം കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ അനുഭവത്തിലുള്ള ഈ ഉദാഹരണത്തെ പറഞ്ഞത്, പടിപടിയായിട്ട് നമ്മൾ ധർമ്മത്തിന്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ അനുഭവത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കും. അപ്പൊ എല്ലാ വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന ഘടകമാണ് ധർമ്മം. ഇനി കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിക്കൂ, നമ്മുടെ കുടുംബം ചിന്തിക്കൂ. നമ്മുടെ കുടുംബത്തില് ഓരോ വ്യക്തികളും വ്യത്യസ്തമായ സ്വഭാവ സംസ്കാരത്തോട് കൂടിയതാണ്. അച്ഛന്റെ സംസ്കാരം, അച്ഛൻ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, അമ്മ ശാന്തമായിരിക്കും. ചില കുട്ടികൾ, ഒരു കുട്ടിക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല, മറ്റൊരു കുട്ടിക്ക് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാകും. ഇങ്ങനെ വ്യത്യസ്തമായ സ്വഭാവ സംസ്കാരത്തോട് കൂടിയ അംഗങ്ങൾ ഉള്ള കുടുംബത്തെ, ഇവരെ എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് കുടുംബത്തെ കുടുംബമാക്കി നിലനിർത്തുന്ന ഒരു ഘടകം അവിടെയുണ്ട്. ആ ഘടകം നമുക്ക് കാണാൻ കഴിയില്ല. അതിന് ഒരു ഭംഗം സംഭവിച്ചാൽ കുടുംബം ഛിന്ന ഭിന്നമായി പോകും. അപ്പൊ ഏത് ഘടകമാണ്? ഒരു വീട്ടില് 6 പേരുണ്ടെങ്കിൽ ആ 6 പേരെയും ചേർത്ത് കോർത്ത് നിർത്തി ആ കുടുംബത്തെ കുടുംബമാക്കി നിലനിർത്തുന്ന ആ ഘടകമുണ്ട്. ആ ഘടകത്തെ നമുക്ക് എന്ത് പറയാം? കുടുംബത്തെ കുടുംബമാക്കുന്ന ധർമ്മം എന്ന് പറയാം. ഈ ഒരു ഗ്രാമം നോക്കൂ, ആ ഗ്രാമത്തിന് ഉപരിയായിട്ട് ഒരു രാഷ്ട്രത്തെ ചിന്തിക്കുക, ഒരു രാജ്യം. ആ രാജ്യത്തില് വ്യത്യസ്ത സ്വഭാവ സംസ്കാരത്തോട് കൂടിയ എത്ര വ്യക്തികൾ താമസിക്കുന്നു, എത്ര ദേശങ്ങൾ. നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയാണോ ഹിമാചൽ പ്രദേശില്? വസ്ത്രധാരണ രീതികളിൽ വ്യത്യസ്തതയില്ലേ? ഭക്ഷണ കാര്യത്തിലില്ലേ? കാലാവസ്ഥയിൽ. പക്ഷെ എങ്കിൽ കൂടിയും ഈ രാഷ്ട്രത്തെ മുഴുവൻ ഒരു രാഷ്ട്രമാക്കി നിലനിർത്തുന്ന, ഒരു രാജ്യമാക്കി നിലനിർത്തുന്ന ഏതോ ഒരു ഘടകം അവിടെ. ആ ഘടകമാണ് എല്ലാ വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തി ഒരു രാജ്യത്തെ രാജ്യമാക്കി നിലനിർത്തുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? രാഷ്ട്രത്തെ രാഷ്ട്രമാക്കുന്ന ധർമ്മം എന്ന് പറയാം. ഇനി നമ്മുടെ വിചാരം വീണ്ടും വിശാലമാക്കി കഴിഞ്ഞാൽ ഈ കാണപ്പെടുന്ന മഹാപ്രപഞ്ചം, ഈ മഹാപ്രപഞ്ചത്തിൽ അനേകായിരം വൈരുദ്ധ്യങ്ങളുണ്ട്, അനേകായിരം വൈരുദ്ധ്യങ്ങൾ. പക്ഷെ എല്ലാ വൈരുദ്ധ്യങ്ങളെയും അത്ഭുതകരമായ രീതിയിൽ ആരോ ഒരാൾ കോർഡിനേഷൻ ചെയ്തു, ചേർത്ത് കോർത്ത് നിർത്തുന്നു. ആരാണത്? ഇപ്പൊ പ്രപഞ്ചത്തെ, എല്ലാ വൈരുദ്ധ്യങ്ങളും നിലനിൽക്കെ തന്നെ പ്രപഞ്ചത്തെ പ്രപഞ്ചമാക്കി നിലനിർത്തുന്ന ഒരു ഘടകമുണ്ട്. വൈരുദ്ധ്യങ്ങളെ നമ്മൾ അങ്ങനെ തന്നെ സ്വതന്ത്രമാക്കി വിട്ടുകഴിഞ്ഞാലോ? വൈരുദ്ധ്യങ്ങളെ അങ്ങനെ തന്നെ സ്വതന്ത്രമാക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ വ്യക്തിയില്ല, കുടുംബമില്ല, സമൂഹമില്ല, രാഷ്ട്രമില്ല, പ്രപഞ്ചമില്ല. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു മീറ്റിംഗ്, ഗൂഗിൾ മീറ്റിംഗ്, ഇതിൽ ഒരുപാട് വ്യക്തികൾ ഇരിക്കുന്നു, എല്ലാ വൈരുദ്ധ്യങ്ങളും ഉണ്ട്. പക്ഷെ ചില ആളുകൾ ഇതിനെ കോർഡിനേഷൻ ചെയ്യും. ആ കോർഡിനേഷൻ ചെയ്തത് കൊണ്ടല്ലേ ഈ ഒരു ക്ലാസ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അല്ലെങ്കിലോ ഓരോരുത്തർ സ്വതന്ത്രമായ നിലയിലാണെങ്കിലും മൈക്ക് ഓൺ ചെയ്യും, എന്നിട്ട് അവർ വീട്ടിൽ സംസാരിക്കും, അത് നമ്മൾ മൈക്കിലൂടെ കേൾക്കും. അങ്ങനെ നമുക്ക് സ്വസ്ഥമായിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ എല്ലാ വ്യവസ്ഥയുടെ പുറകിലും, എല്ലാ വ്യവസ്ഥയുടെ പുറകിലും ഒരു കോർഡിനേഷൻ നമുക്ക് കാണാൻ കഴിയും, ഒരു വ്യവസ്ഥാപകനെ കാണാൻ കഴിയും. അപ്പൊ എല്ലാറ്റിനെയും, എല്ലാ വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന ആ ഒരു ഘടകത്തെ നമുക്ക് എന്ത് പറയാം? ധർമ്മം എന്ന് പറയും. ധർമ്മം. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ ആ വൈരുദ്ധ്യങ്ങളെ ചേർത്ത് കോർത്ത് നിർത്തുന്ന ആ ധർമ്മത്തിനൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വൈരുദ്ധ്യങ്ങളും പരസ്പരം പോരടിച്ചത് ഇല്ലാതായിത്തീരും. അതുകൊണ്ട് ഈ എല്ലാ വൈരുദ്ധ്യങ്ങൾക്കിടയിലും
ആ വൈരുദ്ധ്യങ്ങളെ ഏകഭാവത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദർശനത്തെയാണ് നമ്മൾ സമന്വയ ദർശനം എന്ന് പറയുന്നത്. ഗുരുദേവ തൃപാദങ്ങളുടെ ദർശനം, ശ്രീനാരായണ ദർശനം, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അനുകമ്പയും, രണ്ട് സമന്വയം. സമന്വയം എന്താണ്? ഞാൻ ഈ ഇതിനെ സാന്ദ്രവുമായിട്ട് പറഞ്ഞു തന്നെയോ. സമന്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തുക. ഇത് തന്നെയാണ് സമന്വയം. എല്ലാ വൈരുദ്ധ്യങ്ങളിലും ഒരുപോലെ കുടികൊള്ളുന്ന ഒരു പൊതു തത്വത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കെ വൈരുദ്ധ്യങ്ങൾ അസ്തമിച്ചു. ഇപ്പൊ മനുഷ്യരെ നോക്കൂ, മനുഷ്യർ തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. വെളുത്തവനുണ്ട്, കറുത്തവനുണ്ട്, ഈ ദേശക്കാരനുണ്ട്, ആ ദേശക്കാരനുണ്ട്. ഇനി ഇന്നത്തെ ലോകത്തിൽ എന്തെല്ലാം ജാതി സങ്കല്പങ്ങളെ പറയുന്നുവോ ആ ജാതി സങ്കല്പങ്ങളെ നമ്മൾ അഥവാ മാനിക്കുകയാണെങ്കിൽ പോലും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്ന അനേകായിരം ജാതി ഉപജാതികളുണ്ട്. അനേകായിരം വൈരുദ്ധ്യങ്ങൾ വ്യക്തികൾ തമ്മിലുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യൻ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുണ്ട്. മനുഷ്യൻ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരനും ആഫ്രിക്കക്കാരനും ഇസ്ലാമും ഹൈന്ദവനും ക്രൈസ്തവനും ബ്രാഹ്മണനും ക്ഷത്രിയനും എല്ലാവരും എന്തായി? എല്ലാവരിലുമുള്ള വൈരുദ്ധ്യം ഇല്ലാതായി. കാരണം ഇവരിൽ എല്ലാവരിലേക്കും മനുഷ്യൻ എന്ന ഭാവം അനുസ്യൂതമായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഗുരുദേവ തൃപാദങ്ങൾ മനുഷ്യരിലെ സകല വൈരുദ്ധ്യങ്ങളെയും സമന്വയിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരിൽ എല്ലാവരിലും കുടികൊള്ളുന്ന പൊതുതത്വമായ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറയുന്നത്. മനുഷ്യാണാം ജാതി മനുഷ്യത്വം നത്തു ബ്രാഹ്മണാദിഹി. അതേപോലെ മതങ്ങൾ തമ്മിൽ അവയുടെ സ്ട്രക്ചറിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങളെല്ലാം സമന്വയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മതങ്ങളിലും സാരമായി കുടികൊള്ളുന്ന ഈശ്വരീയത ഏകമാണെന്ന് ഗുരുദേവൻ പറയുന്നു. അതിനെ ഏകമത ദർശനം എന്ന് പറയുന്നു. ദൈവസങ്കല്പങ്ങൾ, അതുപോലെ ഗുരുവിന്റെ ഏകജാതി, ഏകമത, ഏക ദൈവ ദർശനം, ഇതാണ് സമന്വയ ദർശനം. അപ്പൊ നമ്മളിവിടെ സമന്വയം പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം വൈരുദ്ധ്യങ്ങളെയെല്ലാം ആരാണോ ചേർത്ത് കോർത്ത് നിലനിർത്തുന്നത് അതിനെ നമുക്ക് ധർമ്മം എന്ന് പറയാം. ഈ ധർമ്മം ആരാണ്? ശരി, വൈരുദ്ധ്യങ്ങളെല്ലാം ചേർത്ത് കോർത്ത് നിർത്തുന്ന ഈ ഒരു പ്രാപഞ്ചിക നിയമത്തെ, ഈശ്വരീയ നിയമത്തെ തന്നെയാണ് ധർമ്മം എന്ന് പറയുന്നത്. എങ്കിൽ കൂടി ധർമ്മത്തിന്റെ സ്വരൂപത്തെ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ധർമ്മം എപ്രകാരമായിരിക്കും? എന്താണ് അതിന്റെ സ്വരൂപം? ഗുരു പറയുകയാണ്, ധർമ്മ ഏവ പരം ദൈവം. ഒരു അത്ഭുതകരമായ പ്രസ്താവനയാണ്. ധർമ്മം പരമമായിട്ടുള്ള ദൈവം തന്നെയാണ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഏവ എന്നൊരു വാക്ക് കാണാം. ധർമ്മയുടെയും പരം ദൈവത്തിന്റെയും ഇടയിൽ ഒരു ഏവ ചേർത്തു. ഏവ ചേർത്ത് കഴിഞ്ഞാൽ വിശേഷണ വിശേഷ്യ ഭാവങ്ങൾ ഇല്ലാതായിട്ട് മാറും. അതെന്താണെന്ന് പറയാം. ഒരു ചുവന്ന പുഷ്പം എന്ന് പറയുമ്പോൾ ചുവപ്പ് എന്നുള്ളത് വിശേഷണമാണ്, പുഷ്പമാണ് വിശേഷ്യം. അപ്പൊ പുഷ്പത്തിന്റെ വിശേഷണമാണ് ചുവപ്പ്. അതുപോലെ ദൈവത്തിന്റെ വിശേഷണമല്ല ധർമ്മം. ഒരു ദൈവം ഇരിക്കുന്നു, ആ ദൈവത്തിന്റെ ഒരു വിശേഷണമാണ്, ആ ദൈവത്തിന്റെ ഒരു ഗുണമാണ്, ആ ദൈവത്തിന്റെ ഒരു കഴിവാണ് ധർമ്മം എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ദൈവം തന്നെയാണ് ധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാണോ ഈശ്വരൻ, ആരാണോ ഭഗവാൻ, ആരാണോ പരമമായ ദൈവമായിരിക്കുന്നത് ആ ദൈവം തന്നെയാണ് ധർമ്മം. അതുകൊണ്ടാണ് ധർമ്മ ഏവ പരം ദൈവം, ധർമ്മം തന്നെ പരമമായ ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ദൈവശബ്ദത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ആശയം നമ്മളിൽ കൂടുതൽ വെളിവാക്കപ്പെടും. നമ്മുടെ ചിന്തയുടെ ക്രമം ആലോചിക്കണം. നമ്മൾ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞു ധർമ്മത്തിന്റെ ദാർശനികമായ നിർവചനമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ധർമ്മ ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാക്കി. എല്ലാറ്റിനെയും ധരിച്ചിരിക്കുന്നതാണ്, എല്ലാ വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തുന്നതാണ് ധർമ്മം എന്ന് മനസ്സിലാക്കി. ആ ധർമ്മത്തിന്റെ സ്വരൂപം എപ്രകാരമാണ്? ആ ധർമ്മം എന്താണ്? ആ ധർമ്മം പരമമായ ദൈവം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് ധർമ്മം. ഈശ്വരൻ നിന്ന് ഭിന്നമായി ഈശ്വരീയമായ ഏതെങ്കിലും നിയമങ്ങളോ ഗുണങ്ങളോ അല്ല ധർമ്മം, മറിച്ച് സ്വയം ഭഗവാൻ തന്നെയാണ് ധർമ്മം.
ഇപ്പൊ നോക്കൂ, ഗുരുദേവ തൃപ്പാദങ്ങള് ആദ്യമായി പ്രതിഷ്ഠ നിർവഹിച്ചു അരുവിപ്പുറത്ത് ശിവഭഗവാൻ. ആ ശിവതത്വം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈരുദ്ധ്യങ്ങളെ ചേർത്ത് കോർത്തു നിർത്തുന്നതാണ് ധർമ്മം എന്ന ആ ആശയത്തെ മനസ്സിലാക്കാൻ കഴിയും. ശിവനെ നോക്കൂ, ശിവനൊരു ശ്മശാനവാസിയാണ്. ചുടലക്കളത്തിൽ താമസിക്കുന്നു. ദേഹമാകെ ചുടല ഭസ്മം പൂശിയിരിക്കുന്നു. ആ ശിവൻ ഈ കാണപ്പെടുന്ന എല്ലാ ലൗകിക പദാർത്ഥങ്ങളെയും, ബാഹ്യമായിരിക്കുന്ന എല്ലാ ലൗകിക ലോകത്തെ പൂർണ്ണമായിട്ടും പരിത്യജിച്ചുകൊണ്ട് പരമവിരക്തനായി തീർന്ന് ദേഹമാകെ ഭസ്മം പൂശി ഒരു ശ്മശാനത്തിൽ കഴിയുന്നു. പക്ഷേ ശിവന്റെ പത്നി ആരാണ്? ഭാര്യ ആരാണ്? രാജകുമാരിയാണ്, ലോകൈക സുന്ദരിയാണ്. ഇപ്പൊ ജീവിതത്തിന്റെ രണ്ട് ഭാവങ്ങളും അവിടെ സമന്വയിക്കുന്നു. ഭൗതികമായ എല്ലാ സുഖസമ്പത്തിന്റെയും പ്രതീകമായ പാർവതി ശിവന്റെ ഭാര്യയാണ്. അതേസമയം ശിവനാകട്ടെ ഭൗതികമായ എല്ലാറ്റിനെയും പരിത്യജിച്ചുകൊണ്ട് പരമവിരക്തമാർന്ന ആത്മീയ സ്വരൂപത്തിന്റെ വിളനിലമായി പ്രശോഭിക്കുന്നു. ശ്മശാനവാസി എന്ന് പറഞ്ഞാൽ ഭൗതികമായ സുഖങ്ങളെ പരിത്യാഗം ചെയ്ത ആത്മീയതയുടെ പ്രതീകമാണ്. ഈ രണ്ടിനെയും സമന്വയം ചെയ്യുന്നു. രണ്ട് വൈരുദ്ധ്യങ്ങളെയും ശിവൻ സമന്വയം ചെയ്യുന്നു. ഇനി ശിവന്റെ വാഹനമല്ല, ശിവന്റെ ആഭരണം നോക്കൂ. പാമ്പാണ് ആഭരണം. പാമ്പാകുന്ന ഈ ആഭരണം ശിവന്റെ മക്കളുടെ വാഹനമാണ്, ഗണപതിയുടെ വാഹനമാണ് എലി. അതേപോലെ സുബ്രഹ്മണ്യന്റെ വാഹനമാണ് മയില്. അപ്പൊ തന്റെ ആഭരണം തന്റെ മക്കളുടെ വാഹനത്തിന്റെ ശത്രുവാണ്. അങ്ങനെ എല്ലാ വൈരുദ്ധ്യങ്ങളെയും സ്വയം തന്നിൽ ഭഗവാൻ സമന്വയിച്ചിരിക്കുന്നു. എല്ലാ വൈരുദ്ധ്യങ്ങൾക്കും ആശ്രയം കൊടുത്തിരിക്കുന്നു. പ്രപഞ്ചദൃഷ്ട്യ വിരുദ്ധങ്ങളാണെന്ന് തോന്നിക്കുന്നവ പോലും ഭഗവാനിൽ സമന്വിതമായി തീരുന്നു, ഒന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ധർമ്മ ഏവ പരം ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. കേൾക്കാമോ എല്ലാവർക്കും? അതുകൊണ്ടാണ് ധർമ്മ ഏവ പരം ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നെയാണ് ധർമ്മം. സ്വയം ഭഗവാന് മാത്രമേ ഈ എല്ലാ പ്രാപഞ്ചിക വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് കോർത്തു നിർത്താൻ കഴിയുകയുള്ളൂ, അല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല. അപ്പൊ ആരാണ് ദൈവം? ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവം എന്ന വാക്കിന് മുഖ്യമായിട്ട് 4 അർത്ഥമുണ്ട്. ദ്യോതനം ചെയ്യുന്നവൻ, ദീപനം ചെയ്യുന്നവൻ, ദാനം ചെയ്യുന്നവൻ, ദ്യോവിൽ ഭവിച്ചവൻ. ഇതിന് സംസ്കൃതത്തിൽ പറയുമ്പോൾ ദ്യോതനാത്ത് വാ, ദീപനാത്ത് വാ, ധാനാത്ത് വാ, ദിവി ഭവോ. ഇത് ദൈവം. ആരാണോ ദ്യോതനം ചെയ്യുന്നത്, ദ്യോതനം എന്ന് പറഞ്ഞാൽ ദ്യോതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സർവ പ്രപഞ്ച പദാർത്ഥങ്ങൾക്കും പ്രകാശത്തെ കൊടുക്കുന്നവൻ, എല്ലാറ്റിനെയും പ്രകാശിതമാക്കുന്നവൻ, അതാണ് ദൈവം. എല്ലാറ്റിനെയും പ്രകാശിതമാക്കുക എന്ന് പറയുമ്പോൾ ഒരു ടോർച്ച് എടുത്ത് എല്ലാറ്റിന്റെ മുഖത്തേക്ക് അടിക്കുക എന്നാണോ? അല്ല, മറിച്ച് എല്ലാ വസ്തുക്കൾക്കും അസ്തിത്വം കൊടുക്കുന്നവൻ. നമ്മൾ അത് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വസ്തു അവിടെ സത്താവാനായി നിലനിൽക്കുന്നു. നമ്മൾ വലിയ വർത്തമാനം പറയുന്നു, നമ്മളിന്ന് പ്രാണൻ അറ്റുപോയി കഴിഞ്ഞാലോ എല്ലാം കഴിഞ്ഞില്ലേ? നമ്മളെ ആരാണ് സത്താവാനാക്കി തീർക്കുന്നത്? നമ്മളെ ആരാണ് ചേതനാവാനാക്കി തീർക്കുന്നത്? ഇപ്പൊ ചത്തു എന്ന് പറയാറുണ്ട് നാടൻ ഭാഷയിൽ. ചത്തുപോയി, എന്താണ്? സത്ത് പോയി എന്നാണ്. സത്ത് എന്ന് പറയുന്ന അസ്തിത്വം, ചൈതന്യം. നമുക്കിവിടെ സകല പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കും അസ്തിത്വമുണ്ട്. അസ്തിത്വം ഉള്ളത് കൊണ്ടാണ് അതുണ്ട് ഇതുണ്ട് എന്ന് നമ്മൾ ഉണ്ട് ചേർത്ത് പറയുന്നത്. അപ്പൊ ആരാണ് ഈ സകല പ്രപഞ്ച പദാർത്ഥങ്ങൾക്കും സത്തയെ കൊടുത്ത്, അസ്തിത്വത്തെ കൊടുത്ത് എല്ലാ പ്രപഞ്ച പദാർത്ഥങ്ങളെയും പ്രകാശിതമാക്കുന്നത് ആരാണ്? അത് ദൈവമാണ്. അതുകൊണ്ട് എല്ലാറ്റിനെയും ദ്യോതനം ചെയ്യിപ്പിക്കുന്നവൻ, എല്ലാറ്റിനെയും പ്രകാശിതമാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ദ്യോതനാത് ഇതി ദൈവം എന്ന് പറയും. ഇനി എല്ലാറ്റിനെയും പ്രകാശിതമാക്കണമെങ്കിൽ ദൈവം സ്വയം
പ്രകാശ സ്വരൂപമായി തീരണ്ട. സ്വയം വെളിച്ചമായിരിക്കുന്ന ഒന്നിനല്ലേ മറ്റുള്ളവയ്ക്കും പ്രകാശം വരുത്താൻ സാധിക്കും, പ്രകാശം കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ അർത്ഥം വരുന്നു ദീപനാഥ് വാ. ദീപനാഥ് ഇതി ദൈവം. സ്വയം പ്രകാശ സ്വരൂപമായതെന്തോ അതാണ് ദൈവം. അതുകൊണ്ട് ഹോമമന്ത്രത്തിൽ ആദ്യത്തെ വാക്ക് എന്താണ്? അഗ്നേ എന്ന് പറയുന്നു. അഗ്നേ. കേവലം എന്റെ മുമ്പിൽ തെളിയുന്ന അഗ്നി, അത് കേവലം ഒരു അഗ്നിയല്ല, മറിച്ച് സർവ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കും സത്തയെ, പ്രകാശത്തെ പകർന്നു കൊടുക്കുന്ന അഗ്നി സ്വരൂപനായ ദൈവമാണ്. ഭഗവാൻ എന്താണ്? ഭഗവാൻ ആരാണ്? പ്രകാശ സ്വരൂപനാണ്, ദീപനം ചെയ്യിക്കുന്നവനാണ്. ഭഗവാൻ ആരാണ്? എല്ലാറ്റിനെയും പ്രകാശിതമാക്കുന്നവനാണ്, ദ്യോതനം ചെയ്യിക്കുന്നവനാണ്. അടുത്ത വാക്ക് എന്താണ്? ദാനാത് ഇത് ദൈവം. ദാനം കൊടുക്കുന്നവൻ. പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് കുറെ പൈസ ദാനം കൊടുക്കുന്ന ആളാണ് ദൈവം. ദാനം എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവിനും ഇവിടെ മഹിമയുണ്ട്. എല്ലാ വസ്തുക്കൾക്കും മഹിമയെ പ്രദാനം നൽകുന്നത് ദൈവമാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ ഉറുമ്പിന് പോലും, നമ്മുടെ ദൃഷ്ടിയിൽ ഉറുമ്പ് ആരാണ്? ഒരു ചെറിയ ജീവിയാണ്. പക്ഷെ പ്രപഞ്ച വീക്ഷണത്തിൽ ആ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഉറുമ്പിൻ്റെതായ ഒരു മഹത്വമുണ്ട്, ഒരു പ്രാധാന്യമുണ്ട്. ആ ഉറുമ്പിൻ്റെതായ ഒരു മഹത്വത്തെ ദാനം നൽകിയത് ആരാണ്? ദൈവമാണ്. ഈശാവാസ്യത്തിന്റെ സംസ്കൃതത്തിൽ പറയുന്നു, യാഥാ തഥ്യതോ അർത്ഥാൻ വ്യതതാ ശാശ്വതീവ്യ സമാപ്യ എന്ന് പറയുന്നു. എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കും അതിൻ്റെതായൊരു മഹത്വമുണ്ട്. എല്ലാവർക്കും മഹത്വം. ഈ മഹത്വത്തെ ദാനം നൽകിയത് ആരാണ്? ഭഗവാനാണ്. ഈശ്വരൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ, ഇപ്പൊ ഗുരുദേവൻ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ മനോഹരമായിട്ട് പറയുന്നു, എപ്രകാരമാണോ മണ്ണിന്റെ സത്ത കൊണ്ട് മൺകുടത്തിനും സത്ത ലഭിക്കുന്നത്. നമ്മൾ കടയിൽ പോയിട്ട് പറയുന്നു, മണ്ണ് നിങ്ങൾ വെച്ചോളൂ, ആ മൺകുടം എനിക്ക് തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺകുടം കിട്ടുമോ? കാരണം മണ്ണുള്ളത് കൊണ്ടാണ് ആ മൺകുടം സത്താവാനായിരിക്കുന്നത്. അതേപോലെ ദൈവം ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും സത്താവാനായിരിക്കും, നമുക്ക് എല്ലാവർക്കും മഹിമയുള്ളതായി തീർന്നിരിക്കുന്നത്. ഏതാവാനസ്യ മഹിമ എന്ന് പറയുന്നു. ഒരാൾ ചോദിച്ചു, എന്താണ് ദൈവത്തിന്റെ മഹിമ? നീ കണ്ണ് തുറന്ന് ചുറ്റുപാടും നോക്കൂ, നീ കാണുന്നത് തന്നെയാണ് ദൈവത്തിന്റെ മഹിമ. ഈ കാണുന്ന സകല പ്രപഞ്ച പദാർത്ഥങ്ങൾക്കും മഹിമയെ, സ്ഥാനത്തെ, അവരവരുടേതായ ഓരോ സ്ഥാനത്തെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടായി. അതുകൊണ്ട് ധാനാത്ത് ദിവി ഭവോബ എന്ന് പറഞ്ഞാൽ അത് അല്പം കഠിനമാണ്. ദ്യോവിൽ ഭവിച്ചവൻ, ദ്യോവാണ് അതിന്റെ മഹിമാവാരറിഞ്ഞു എന്ന് പറയുന്നു. ദ്യോവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് അന്തര്യാമിയായിട്ട് ഭഗവാൻ കുടികൊള്ളുന്നു. ധർമ്മസ്വരൂപനാർന്ന് ഈ ഭഗവാൻ എവിടെ കുടികൊള്ളുന്നു? സർവാന്തര്യാമിയായിട്ട്, അന്തര്യാമിയായിട്ട്, അന്തർദേശത്ത്. ഈ അന്തർദേശത്തെയാണ് ദ്യോവ് അഥവാ ചിദാകാശം എന്ന് പറയുന്നത്. ഇപ്രകാരമാണ് ദൈവം. നമുക്ക് സർവ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കും ദൈവത്തിന്റെ, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് അവർക്ക് മഹിമയുണ്ടാകുന്നു. സർവ പ്രപഞ്ച പ്രതിഭാസങ്ങളും സത്താവാനായിരിക്കുന്നു, പ്രകാശിതമായിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈശ്വരൻ തന്നെയാണ് ധർമ്മസ്വരൂപിയായി തീർന്ന് ഈ ലോകത്തെ എല്ലാ വൈരുദ്ധ്യങ്ങളെയും സമന്വയം ചെയ്യുന്നത്. എല്ലാ വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് കോർത്ത് ധരിച്ച് ധാരണ ചെയ്ത് ഇവിടെ ലോകക്രമത്തെ സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരന്റെ ഒരു ഗുണമല്ല ധർമ്മം, ആ ഈശ്വരൻ ഉണ്ടാക്കിയ നിയമങ്ങളല്ല ധർമ്മം, മറിച്ച് ഈശ്വരൻ തന്നെയാണ് ധർമ്മം. അതുകൊണ്ടാണ് അവിടെ ഏവ ശബ്ദം ചേർത്തത്. ധർമ്മ ഏവ പരം ദൈവം. ധർമ്മം തന്നെയാണ് പരമമായ ദൈവമായിട്ടുള്ളത്. ഇവിടെ നമുക്ക് സാന്ദ്രവുമായിട്ട് ഗുരുവിന്റെ സ്വരൂപത്തെ കൂടി ഈ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. എന്താണ് ഒന്നാമത്തെ ശ്ലോകം പറയുന്നത്? എവിടെയാണോ ധർമ്മം നിലനിൽക്കുന്നത് അവിടെ മാത്രമേ എല്ലാം സുഖമായിട്ട് മുന്നോട്ട് പോകൂ. ധർമ്മമില്ലെങ്കിലോ എല്ലാം ഛിന്ന ഭിന്നമാകും. അതുകൊണ്ട് ഏത് കാലത്ത്, ഏത് ദേശത്ത് എവിടെയാണോ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്നത്, ച്യുതി സംഭവിക്കുന്നത്, ആ ദേശത്തെല്ലാം ധർമ്മ പുനഃസംസ്ഥാപനം ചെയ്യാൻ സ്വയം ഈശ്വരൻ തന്നെ അവതരിക്കുന്നു. ഈശ്വരൻ മറ്റൊരാളെ പറഞ്ഞേക്കുന്നില്ല. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഭഗവാൻ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരാളായിട്ട് വരുന്നു. ഇതിനെയാണ് അവതാരം എന്ന് പറയുന്നത്.
അങ്ങനെ നമ്മുടെ ദേശത്ത് ഒരിക്കല് മനുഷ്യർക്ക് മനുഷ്യരായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ധർമ്മം നഷ്ടപ്പെട്ടു, അധർമ്മം വ്യാപിച്ചു. അപ്പോൾ അതേ ഈശ്വരൻ തന്നെ, ധർമ്മസ്വരൂപിയായിരിക്കുന്ന അതേ ഈശ്വരൻ തന്നെ ഇവിടെ ധർമ്മ പുനഃസംസ്ഥാപനം ചെയ്യുവാൻ വേണ്ടി ഒരു മനുഷ്യ രൂപത്തിലും ഭാവത്തിലും അവതരിച്ചിരിക്കുന്നു. ആരിലൂടെ? ഗുരുദേവ തൃപ്പാദങ്ങൾ എന്ന രീതിയിൽ. നമ്മൾ ഗുരുവിന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുമ്പോൾ ഗുരു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നവോത്ഥാന നായകനോ ഒരു വിപ്ലവകാരിയോ ഒരു കവിയോ ഒരു വേദാന്തിയോ അല്ലെങ്കിൽ കുറെ ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു ഗ്രന്ഥകർത്താവോ മാത്രമായി ഗുരുവിന്റെ സ്വരൂപത്തെ പരിമിതപ്പെടുത്തരുത്. മറിച്ച് ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടി സ്വയം ധർമ്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ തന്നെ ഒരു നാമത്തോടും രൂപത്തോടും കൂടി ഇവിടെ അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ശിവലിംഗദാസ് സ്വാമികൾ ഗുരുവിനെ എന്ത് വിളിച്ചിരിക്കുന്നു? ബ്രഹ്മണേ മൂർത്തിമതി എന്ന്. ബ്രഹ്മം എന്ന് പറയുന്ന ഇവിടെ പരം ദൈവം എന്ന് വിശേഷിപ്പിച്ച ബ്രഹ്മം, ആ ബ്രഹ്മം തന്നെ ഒരു മൂർത്തഭാവത്തിൽ അവതരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ധർമ്മ പുനഃസംസ്ഥാപനം ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ ഒന്നാമത്തെ വരി നമ്മൾ വളരെ സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ പണ്ടൊരിക്കല് ഈ ഒരു കൃതി ഓൺലൈൻ ക്ലാസ് എടുത്തപ്പോൾ 5 ക്ലാസ് വേണ്ടി വന്നു. ഇന്ന് നമ്മൾ 8:30 വരെയാണ് നമ്മുടെ സമയം. അപ്പൊ ആ സമയത്തിനുള്ളിൽ മറ്റ് 3 വരികളും നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കിയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ ധർമ്മ ഏവ പരം ദൈവം എന്ന് പറഞ്ഞാൽ ധർമ്മം തന്നെയാണ് പരമമായ ദൈവം. അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ കാണപ്പെടുന്ന എല്ലാ വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തി എല്ലാ വൈരുദ്ധ്യങ്ങളെയും സമന്വയിപ്പിച്ച് പ്രപഞ്ച വ്യവസ്ഥിതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരനെ തന്നെയാണ് ഇവിടെ ഗുരുദേവൻ ധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈശ്വരനും ധർമ്മവും ഒന്നാണെന്ന് കാണിക്കാനാണ് ഏവ എന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ഏവ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇത് എന്നർത്ഥമാണ്. അപ്പൊ ഇതാണ് ധർമ്മത്തിന്റെ ഒരു ദാർശനികമായ ഒരു സൈദ്ധാന്തികമായ നിർവചനം. അടുത്തത് ധർമ്മത്തെ വ്യവഹാര തലത്തിൽ നമുക്ക് എങ്ങനെ സമീപിക്കാം? പറയുന്നു ധർമ്മ ഏവ മഹാധനം. ധർമ്മം തന്നെയാണ് മഹാധനമായിട്ടുള്ളത്. ഇവിടെ ധർമ്മത്തെ മഹാധനം, ധനം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ധനം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷെ മുഖ്യമായിട്ട് നമുക്ക് സമ്പത്ത് എന്ന അർത്ഥം എടുക്കാം. സമ്പത്ത്, സ്വത്തുക്കള്, ഇതൊക്കെയാണ് ധനം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ ധനമുള്ളത് കൊണ്ട് അയാളെ ധനവാൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ധനവാൻ എന്ന് ആരെയാണ് വിളിക്കുന്നത്? ആരാണോ ധനത്തെ സമ്പാദിച്ചത്, സമ്പാദിച്ചത് കൊണ്ട് മാത്രം ഒരാളെ ധനവാൻ വിളിക്കില്ല. മറിച്ച് സമ്പാദിക്കുകയും വേണം, അതിനെ നഷ്ടപ്പെടുത്താതെ നിലനിർത്തുകയും വേണം. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ധനവാൻ എന്ന് വിളിക്കുന്നത്. 10 വർഷം മുമ്പ് എൻ്റെ അടുത്ത് 10 കോടി രൂപ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു പൈസയില്ല. അതുകൊണ്ട് ധനവാൻ എന്ന് വിളിക്കില്ല. പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ ധനവാനാകുന്നില്ല. അന്നുണ്ടായിരുന്ന ധനം ഇന്ന് നിലനിർത്തണം. അപ്പൊ ധനം ഉണ്ടാകണമെങ്കിൽ ധനത്തെ ആർജിക്കണം. അപ്പൊ ഇതിനെ ആർജിക്കുകയും നിലനിർത്തുകയും വേണം. കേവലം ആർജിച്ചാൽ മാത്രം പോരാ, ഒരു കാലത്തും നഷ്ടപ്പെടുത്താതെ ഇതിനെ നിലനിർത്തണം. അതാണ് ധനത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇത് തന്നെയാണ് ധർമ്മകാര്യത്തിൽ, ധർമ്മത്തിന്റെ വ്യവഹാര അർത്ഥത്തെ നമുക്ക്, വ്യവഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ലോക സംബന്ധിയായിട്ട്, നേരത്തെ പറഞ്ഞത് ധർമ്മത്തിന്റെ ഒരു ഫിലോസഫിക്കൽ നിർവചനമാണ്. ഇനി നമ്മുടെ ലോകത്ത് നമുക്ക് ധർമ്മത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം? അതിനാദ്യം നമ്മൾ ധർമ്മത്തെ ആർജിക്കണം, സമാർജിക്കണം. പിന്നെയോ അതിനെ നിലനിർത്തുകയും വേണം. അപ്പൊ ഈ ആശയം നമുക്ക് കൂടുതലായിട്ട് 4ാമത്തെ വരിയെ നമ്മൾ വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ 2ാമത്തെ വരിക്ക് നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒരു പഴയ ആചാര്യൻ ധർമ്മശബ്ദത്തിന് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. യഹ അഭ്യുദയ നിശ്രേയസ ഹേതുഹു സ ധർമ്മ. ഏതൊന്നാണോ അഭ്യുദയത്തിനും നിശ്രേയസത്തിനും ഹേതുവായിരിക്കുന്നത് അതാണ് ധർമ്മം. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ദൃഷ്ടാന്തം, ഈ ഒരു കാര്യം പറഞ്ഞത്? അതായത് ധർമ്മം മഹാധനമാണെന്ന് പറഞ്ഞു, ധനമാണെന്ന് പറഞ്ഞു. ധനമാകണമെങ്കിൽ നമ്മൾ ധനത്തെ ആർജിക്കണം, അതിനെ നിലനിർത്തണം.
അപ്പോൾ അതിനെ നമുക്ക് എന്താ പറയുക, ധനവാൻ എന്ന് പറയാം. അതേപോലെ ധർമ്മമാകുന്ന ആ ധനത്തെ നമ്മൾ എങ്ങനെയാണ് ആർജിക്കേണ്ടത്, എന്തിനെയാണ് ആർജിക്കേണ്ടത്? പറയുന്നു, അഭ്യുദയത്തെയും നിശ്രേയസത്തെയും. അതാണ് വ്യവഹാര തലത്തിലെ ധർമ്മം. ധർമ്മം വ്യവഹാര തലത്തിലേക്ക് വരുമ്പോൾ അത് അഭ്യുദയവും നിശ്രേയസവുമായി തീരുന്നു. അതിനെ നിങ്ങൾ ആർജിക്കൂ, അതിനെ നിലനിർത്തൂ, ഒരു ധനത്തെ എന്നതുപോലെ. അപ്പൊ എന്താണ് അഭ്യുദയം, എന്താണ് നിശ്രേയസം? അത് മനസ്സിലാക്കാൻ വേണ്ടി ഗുരുദേവൻ ഒരു മനോഹരമായ ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ആ കൃതിയാണ് ബ്രഹ്മവിദ്യ പഞ്ചകം. ആ കൃതിയിൽ ഒരു മനോഹരമായ ആഖ്യാനം വരുന്നു, ഒരു കഥ വരുന്നു. ഒരു ശിഷ്യൻ ഒരു ഗുരുനാഥനെ സമീപിച്ച് ആ ഗുരുനാഥന് സേവനം ചെയ്ത ആശ്രമത്തിൽ അന്തേവാസിയായിട്ട് താമസിച്ച് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഗുരുനാഥൻ കൊടുക്കുന്നു. ഈ ഉത്തരമാണ് ധർമ്മത്തിന്റെ വ്യവഹാര രൂപം. ആ ഉത്തരത്തെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആർജിക്കേണ്ടതും നിലനിർത്തേണ്ടതും, ഒരു ധനം എന്നതുപോലെ. എന്താണ് ആ ചോദ്യങ്ങൾ? ഒന്നാമത്തെ ചോദ്യമാണ് അഹം കഹ, ഞാൻ ആര്? ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ ചോദ്യമാണ്. 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യമാണ് ഇദം ജഗത് കുതഹ, ഈ കാണപ്പെടുന്ന ലോകം എവിടെ നിന്ന് വന്നു? ഇതിൽ അഹം കഹ എന്നുള്ള ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആത്മീയ വിദ്യാഭ്യാസം. ഇദം ജഗത് കുതഹ എന്ന രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഭൗതിക വിദ്യാഭ്യാസം. അപ്പൊ ആത്മീയമായും ഭൗതികമായുള്ള വിദ്യാഭ്യാസത്തെ, ജ്ഞാനത്തെ ആർജിക്കുക എന്നത് തന്നെയാണ് ധർമ്മത്തിന്റെ വ്യാവഹാരിക അർത്ഥം. അഹം കഹ, ഞാൻ ആര് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അഹം കഹ എന്നുള്ളത് അറിയാത്തവരായിട്ട്, അഹം കഹ എന്ന് പറയാൻ ഞാൻ ആര്, ഞാൻ ആര് എന്ന് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ആര് എന്ന് പറയാൻ എന്ത് പറയും? ഞാൻ ഇന്ന ദേശത്ത് ഇന്ന കാലത്ത് ഇന്ന കുലത്തിൽ ഇന്നയാളുടെ മകനായി മകളായി ഇന്ന ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് നമ്മൾ എല്ലാവരും പറയുന്നു. അപ്പൊ നമ്മെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഞാൻ ആരും ചോദിക്കേണ്ട കാര്യം? നമ്മളിപ്പോൾ നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത് അപൂർണരായിട്ടാണ്. നമ്മൾ നമ്മെ കുറിച്ച് ചിന്തിക്കും, ഞാൻ അറിവിൽ കുറഞ്ഞ വ്യക്തി, ഞാൻ ധനത്തിൽ കുറഞ്ഞ വ്യക്തി, ഞാൻ പിന്നോക്കക്കാരൻ, ഞാൻ സൗന്ദര്യമില്ലാത്തവൻ. അങ്ങനെ നമ്മെ കുറിച്ച് നാം ചിന്തിക്കുമ്പോഴൊക്കെ ഒരു തരം അപൂർണതാ ബോധത്തോടു കൂടിയ ഞാനിനെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഗുരു പറയുന്നു, നീ അപൂർണതാ ബോധത്തോടു കൂടിയ വ്യക്തിത്വമല്ല, മറിച്ച് നിന്റെ വ്യക്തിത്വം എന്താണ്? ത്വം ബ്രഹ്മഹി എന്ന് ഉത്തരം നൽകുന്നു ആ ചോദ്യത്തിന്. ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിൽ ത്വം ബ്രഹ്മഹി, നീ ബ്രഹ്മം തന്നെ എന്ന് പറയും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ്. നിന്റെ സ്വരൂപം പൂർണ്ണത തന്നെയാണ്. അപ്പൊ നമ്മളിലെ അപൂർണതകളെ ഇല്ലാതാക്കി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പൂർണ്ണതയെ സാക്ഷാത്കരിക്കൽ തന്നെയാണ് ആത്മീയ വിദ്യാഭ്യാസം. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസം നേടി മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ മിക്കവാറും പ്രഭാഷണ വേദികളിൽ പറയുന്ന ഉദാഹരണമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു പെൺകുട്ടി മെഡിക്കൽ MBBS കഴിഞ്ഞ് PG പഠിക്കുന്ന ഒരു PG മെഡിക്കൽ വിദ്യാർത്ഥിനി ട്രിവാൻഡ്രത്ത് സ്നേഹമുണ്ടായിരുന്നു, വീട്ടുകാർ വിവാഹം പറഞ്ഞ് ഉറപ്പിച്ചു. ആൺകുട്ടി പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ടു, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. നമ്മൾ ചോദിക്കട്ടെ, ഇത്രയും വിദ്യാസമ്പന്നയായ കുട്ടി, അവളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കുവാൻ എന്തുകൊണ്ട് ആ കുട്ടി ആർജിച്ച വിദ്യാഭ്യാസം ആ കുട്ടിയെ സഹായിച്ചില്ല? നമ്മൾ കഴിഞ്ഞ കാലത്തെ എല്ലാ ആത്മഹത്യാ കണക്കുകൾ എടുത്തു നോക്കും. ഭൂരിഭാഗം പേരും യുവതികളായ ഭൂരിഭാഗം പേരും വിദ്യാസമ്പന്നരായിരുന്നു. വലിയ വലിയ അറിവ് IRS പഠിച്ച ഒരു പെൺകുട്ടിയെ അടുത്ത് രാജസ്ഥാൻ വെച്ച് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ വാർത്ത പരിശോധിച്ചു. അപ്പൊ അവരാർജിച്ച വലിയ വിദ്യ, അറിവ് എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരു നിസ്സാര പ്രശ്നത്തെ, ഒരു ചെറിയ പ്രശ്നത്തെ മറികടക്കുവാൻ സഹായകരമാകുന്നില്ല? ഇപ്പൊ കേവലം ഭൗതികമായ വിദ്യാഭ്യാസം മാത്രമല്ല നാം ആർജിക്കേണ്ടത്.
മറിച്ച് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പൂർണ്ണത, ആ പൂർണ്ണതയെ സാക്ഷാത്കരിക്കലാണ് വിദ്യാഭ്യാസം. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു പൂർണ്ണതയുണ്ടോ? ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒന്നിനും കഴിവില്ലാത്ത കുറെ അപൂർണതകളുള്ള ഒരാളായിട്ടല്ലേ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഷൺമുഖ ദശകത്തിൽ ഗുരുദേവൻ ആദ്യ ശ്ലോകം ജ്ഞാനചെന്തി എഴുപ്പി തെളുതെളു വിലസും ചില്ലിവല്ലി കൊടിക്കുൾ എന്ന് പറയുന്ന ആദ്യത്തെ ശ്ലോകം. ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് അഭിസംബോധന ചെയ്യുന്നത്? എന്താണ് വിളിക്കുന്നത്? മച്ചിൽ കൊഴുന്തി എന്ന്. മച്ചിൽ കൊഴുന്തി എന്ന് പറഞ്ഞാൽ മനസ്സാകുന്ന, എന്റെ മനസ്സിൽ കുടികൊള്ളുന്ന ഭഗവാൻ എന്നാണ് പറയുന്നത്. ഭഗവാൻ എവിടെയാണ് കുടികൊള്ളുന്നത്? ഭഗവാൻ നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്നു. സർവാന്തര്യാമിയായ ഈശ്വരൻ, പൂർണ്ണ സ്വരൂപിയായ ഈശ്വരൻ എന്നിൽ കുടികൊള്ളുന്നു എന്നിരിക്കെ ഞാൻ എങ്ങനെ അപൂർണനാകും? ഞാൻ എങ്ങനെ പിന്നോക്കക്കാരനാകും? ഞാൻ എങ്ങനെ ഒന്നിനും കൊള്ളാത്തവനാകും? ഇപ്പൊ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ പൂർണ്ണതയെ പുറത്തേക്ക് എടുക്കുക, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പൊട്ടൻഷ്യൽ അതിനെ പുറത്തേക്ക് എടുക്കുക, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പൂർണ്ണതയെ സാക്ഷാത്കരിക്കുക. ഇതാണ് ആത്മീയ വിദ്യാഭ്യാസം. അപ്പൊ ആ പൂർണ്ണതയെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരായിത്തും? ബ്രഹ്മഹി, നീ പൂർണ്ണൻ തന്നെ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇദം ജഗത് കുതഃ, ഈ ലോകം എവിടെ നിന്ന് വന്നു? ഈ ലോകത്തിന്റെ ഘടന എന്ത്? അതിനെയാണ് നമ്മൾ അക്കാഡമിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകം, ആ ലോകത്ത് നാം നിരന്തരം ബന്ധപ്പെടുന്ന വസ്തു, വ്യക്തികൾ, സാഹചര്യങ്ങൾ, പരിസ്ഥിതികൾ, ഇവയെക്കുറിച്ചുള്ള പഠനം, ആ പഠനത്തെ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നു. അപ്പൊ ആ ഭൗതിക വിദ്യാഭ്യാസത്തെയും എന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പൂർണ്ണതയെ സാക്ഷാത്കരിക്കുന്ന ആത്മീയ വിദ്യാഭ്യാസത്തെയും ഒരുമിച്ച് നാം ആർജിക്കണം. ഈ ഒരുമിച്ച് ആർജിക്കുന്നതിനെയാണ് ധർമ്മ ഏവ മഹാധനം പറഞ്ഞു. ധനമെന്ന് പറഞ്ഞാൽ നാം സമ്പാദിക്കുകയും അതിനെ നിലനിർത്തുകയും വേണം. അപ്പൊ ധർമ്മത്തിന്റെ വ്യവഹാര തലത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ആത്മീയമായും ഭൗതികവുമായിട്ടുള്ള ജ്ഞാനത്തെ, അറിവിനെ സമാർജിക്കുക. ആത്മീയമായും ഭൗതികമായിട്ടുമുള്ള അതിനെയാണ് യഹ അഭ്യുദയ നിശ്രേയസ ഹേതുഹു സാ ധർമ്മ എന്ന് നമ്മൾ ആദ്യം ഒരു നിർവചനം പഠിച്ചത്. അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഭൗതികമായ വളർച്ച, നിശ്രേയസം എന്ന് പറഞ്ഞാൽ ആത്മീയമായ വളർച്ച. ഈ ഭൗതികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് യാതൊന്നാണോ ഹേതുവായി നിൽക്കുന്നത്, അതാണ് ധർമ്മം. അപ്പൊ ധർമ്മം നമ്മളിൽ ഉണ്ടെങ്കിലേ നമുക്ക് ആത്മീയവും ഭൗതികവുമായി വളരാൻ സാധിക്കൂ എന്നർത്ഥം. അപ്പൊ ഈ നിർവചനങ്ങൾ പഠിക്കുക. ഒന്നാമത്തെ നിർവചനം, ഒന്നാമത്തെ വരിയില് ധർമ്മം വൈരുദ്ധ്യങ്ങളെ ചേർത്ത് കോർത്ത് നിർത്തുന്ന എന്താണ് ഒരു സമന്വയ സ്വരൂപത്തോടു കൂടിയതാണെന്ന് പഠിച്ചു. ആ ധർമ്മം ഈശ്വരൻ തന്നെയാണെന്ന് പഠിച്ചു. കാരണം ഈശ്വരൻ ഉണ്ടെങ്കിലേ ഈ കാണപ്പെടുന്ന എല്ലാ വൈരുദ്ധ്യങ്ങളും സത്താവാനായിട്ട് നിലനിൽക്കും. എല്ലാ വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തുവാൻ ഈശ്വരന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് പഠിച്ചു. അതുകൊണ്ട് ധർമ്മ ഏവ പരം ദേവം എന്ന് പഠിച്ചു. രണ്ടാമത്തെ ശ്ലോകത്തില് ധർമ്മം വ്യവഹാര തലത്തിൽ നമ്മൾ എങ്ങനെ അനുഷ്ഠിക്കണം? വ്യവഹാര തലത്തില് അഭ്യുദയത്തിനും, അതായത് ഭൗതികമായ പുരോഗതിക്കും, നിശ്രേയസത്തിനും, ആത്മീയമായ പുരോഗതിക്കും ഹേതുവായി തീരുന്ന വ്യാവഹാരികമായ അറിവ് എന്തോ, ആ അറിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ അറിവിനെ ധർമ്മം എന്ന് പറയുന്നത്. അതൊരു ധനത്തെ പോലെയാണ്. ധനം എന്ന് പറഞ്ഞാൽ നാം ആർജിച്ചു കഴിഞ്ഞാലേ ധനം നമ്മുടെ അടുത്തുണ്ടാകുള്ളൂ. കേവലം ആർജിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ നിലനിർത്തുകയും വേണം. അപ്പൊ ഈ ഒരു ആത്മീയവും ഭൗതികവുമായ ജ്ഞാനത്തെ സമാർജിച്ച് അതിനെ നിലനിർത്തണം. അതിന് ഹേതുവായി തീരുന്ന ഘടകമാണ് ധർമ്മം എന്ന് വിളിച്ചു. ഇനി മൂന്നാമത്താണ് ധർമ്മ സർവത്ര വിജയി. ധർമ്മത്തിന്റെ പ്രയോജനം എന്താണ്? പ്രയോജനം അനുദ്ദിശ്യ മന്ദോപി ന പ്രവർത്തതേ എന്നാണ് ആപ്തവാക്യം. ഒരു പ്രയോജനം ലഭിക്കാതെ ഒരു മന്ദബുദ്ധി പോലും, മന്ദനായ ഒരാൾ പോലും ഒരു കാര്യത്തിലും ഇടപെടുകയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പ്രയോജനം വേണം. നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നു, ക്ലാസ് കേൾക്കുന്നതിൽ ആ ക്ലാസ് പറയുന്ന വക്താവിന് എന്ത് പ്രയോജനം? ഏത് പ്രവൃത്തി നാം പ്രയോജനമില്ലാതെ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ധർമ്മത്തിന്റെ പ്രയോജനം എന്ത്? ധർമ്മത്തിന്റെ പ്രയോജനമാണ് എന്ത്? സർവത്ര വിജയി. സർവദാ എന്ന് ചേർക്കാൻ കൂടെ എല്ലായിടത്തും എല്ലാ കാലത്തിലും വിജയം നൽകുന്നത് ധർമ്മം തന്നെയാണ്. അത് ഗുരുദേവൻ പറയാറുണ്ട്, അധർമ്മ പക്ഷത്ത് നിന്ന്
ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്ത് നിന്ന് പരാജയപ്പെടുന്ന. വാസ്തവത്തിൽ അത് അവിടെ ധർമ്മപക്ഷത്ത് നിന്ന് പരാജയം എന്നുള്ളത് ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. നാം ധർമ്മപക്ഷത്ത് നിലനിന്ന് കഴിഞ്ഞാൽ, ഉറച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ പ്രതിസന്ധികളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വന്നേക്കാം. പക്ഷെ ആത്യന്തികമായ വിജയം നമുക്ക് തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ധർമ്മത്തെ മുറുകെ പിടിക്കും, ധർമ്മത്തെ അനുഷ്ഠിക്കും, ധർമ്മത്തിന് വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞയോടുകൂടി നാം ജീവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വന്നേക്കാം. പക്ഷെ ആത്യന്തികമായ വിജയം അതിന് തന്നെയായിരിക്കും. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ നിയോഗിച്ചെന്ന് വരും. ആ സ്ഥലത്ത് 5-10 വർഷമായി ഉണ്ടായിരുന്ന, ഉദാഹരണത്തിന് ഒരു ഗ്രാമം, ആ ഗ്രാമത്തിന് തലവനായി നമ്മളെ നിയോഗിച്ചു. കഴിഞ്ഞ 10-15 വർഷമായി ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന അനീതികള്, അവ്യവസ്ഥകള്, ഇതൊക്കെ നമ്മൾ മാറ്റേണ്ടി വരുന്നു. ഇതൊക്കെ നമുക്ക് മാറ്റണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ കർത്തവ്യം. കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്ന അനീതികളെയും അക്രമങ്ങളെയും അവ്യവസ്ഥിതികളെയും അനാചാരങ്ങളെയും മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എത്രമാത്രം കഠിനമായ കാര്യമാണ്. ഒരു സ്ഥലത്ത് കുറെ കാലമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തെ അതിനെ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ കാര്യമാണ്. ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. 5 വർഷം വേണ്ട, 2 മാസമായി ഒരു ഓഫീസിലോ മറ്റോ ഉണ്ടായ ഒരു അവ്യവസ്ഥിതിയെ നമ്മൾ മാറ്റാൻ നമുക്ക് എത്ര കഷ്ടപ്പാട് വേണം. അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി, ശതാബ്ദങ്ങളായി, ദശാബ്ദങ്ങളായി, സഹസ്രാബ്ദങ്ങളായി ഇവിടെ നിലനിന്നിരുന്ന ജാതീയത, ചാതുർവർണ്ണ വ്യവസ്ഥിതി, ഉച്ചനീചത്വം, അതിനെ മാറ്റിമറിക്കാൻ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ടാണ്? ധർമ്മത്തിന്റെ ശക്തിയാണത്. ഒരു തുള്ളി ചോര പോലും ചിന്താതെ അനേക കാലങ്ങളായി നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിയെ കീഴ്മേൽ മാറ്റിമറിച്ചു. അത്ഭുതകരമല്ലേ? ആ വ്യവസ്ഥിതിയുടെ ചില ലാഞ്ചനകൾ ഇന്നും ഉണ്ട്, നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അന്ന് നിലനിന്നിരുന്ന ആ സാഹചര്യത്തെ മുഴുവൻ തൃപ്പാദങ്ങൾ കീഴ്മേൽ മാറ്റിമറിച്ചു. തൃപ്പാദങ്ങളുടെ ആ കാലയളവില് അവിടുത്തെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ അനവധി പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാകും. പക്ഷെ ആത്യന്തികമായ വിജയം എന്തിനു കിട്ടി? ധർമ്മത്തിന് കിട്ടിയില്ലേ? അതുകൊണ്ട് ധർമ്മത്തെ ആര് രക്ഷിക്കുന്നുവോ ധർമ്മം അവരെയും രക്ഷിക്കുന്നു പറയുന്നു. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ഇത് മഹാഭാരതത്തിലെ ശ്ലോകമാണ്. ധർമ്മോ രക്ഷതി രക്ഷിതഃ. നീ ധർമ്മത്തെ രക്ഷിക്കൂ, ആ ധർമ്മം ഉറപ്പായിട്ട് നിന്നെ രക്ഷിക്കും. നോക്കൂ, നമ്മളുടെ അടുത്ത് ധർമ്മമുണ്ടെങ്കിൽ, ധർമ്മത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ, നമ്മെ എവിടെ നിന്നും, കുടുംബത്തിൽ നിന്നോ സംഘടനയിൽ നിന്നോ രാഷ്ട്രത്തിൽ നിന്നോ എവിടെ നിന്നും ഒരാൾക്കും ഇളക്കാൻ സാധിക്കില്ല. 100 കണക്കിന് ആൾക്കാർ നമ്മെ ഇളക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതെല്ലാം ഛിന്ന ഭിന്നമാക്കി പോവുകയും നമ്മുടെ സ്ഥാനം അവിടെ സുസ്ഥിരമാകുകയും ചെയ്യും. എന്തുകൊണ്ട്? കാരണം ധർമ്മത്തിന്റെ ശക്തിയാണ്. നമ്മൾ കേവലം ധർമ്മം മാത്രം പാലിച്ചു. ഒരിക്കല് മഹാഭാരത യുദ്ധത്തില് കർണന്റെ രഥം താഴ്ന്നുപോയി. രഥം താഴ്ന്നുപോയ സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു, നല്ല അവസരമാണ്, കിട്ടിയ ചാൻസാണ്. അയാൾ ആ രഥത്തിന്റെ ചക്രം മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അമ്പും വില്ലും ഒക്കെ താഴയിൽ വെച്ച്, ചാപമൊക്കെ താഴയിൽ വെച്ച് നിരായുധനായിട്ട് കൈകൾ കൊണ്ട് രഥം ഉയർത്തുകയാണ്. ഈ സമയത്ത് നീ കയറി അടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അർജുനൻ സംശയമായി, കൃഷ്ണൻ എന്താ അങ്ങനെ പറഞ്ഞു? കൃഷ്ണൻ ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളിലേക്ക് എന്നെ നിയോഗിക്കാത്ത ആളാണല്ലോ. എങ്കിലും പറഞ്ഞത് കൃഷ്ണനല്ലേ എന്ന് കരുതി അമ്പെടുത്ത് ചെയ്തു. അപ്പോഴാണ് കർണൻ നോക്കുന്നത്, കൃഷ്ണന്റെ ഉപദേശം കൊണ്ട് അർജുനൻ ഇങ്ങനെ ഒരു അക്രമം ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നത്. ഉടനെ കർണൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, താങ്കൾ എന്ത് കാര്യമാണ് ചെയ്തത്? താങ്കൾ ധർമ്മത്തിന്റെ കാര്യം ഉദ്ഘോഷിക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഞാൻ ആയുധങ്ങൾ താഴെ വെച്ച സമയത്ത്, കാരണം യുദ്ധനീതിയാണ്, നിരായുധനായ ഒരാളൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ആയുധങ്ങൾ താഴെ വെച്ച സമയത്ത് അങ്ങ് എന്ത് ചെയ്തു? അങ്ങ് ആ സമയം നോക്കി എനിക്കതിൽ അമ്പ് ചെയ്യാൻ പറഞ്ഞു. ഇത് ധർമ്മമാണോ? ധർമ്മസ്വരൂപിയായ ഭഗവാനായ അങ്ങ് ഈ കാണിച്ചത് ധർമ്മമാണോ ചോദിക്കുന്നത്. അപ്പൊ കൃഷ്ണൻ പറയുന്നു, നീ കുറച്ചു കാലം മുമ്പുള്ള കാര്യം ഓർത്തു നോക്കൂ.
എല്ലാവരും ഇരിക്കുന്ന ആ രാജസദസ്സിലേക്ക് ഒരു പെൺകുട്ടി, നിരാലംബയായ ഒരു സ്ത്രീരത്നം, രജസ്വലയായ സ്ത്രീ ഒറ്റ വസ്ത്രം മാത്രം ധരിച്ചിരിക്കുക. ആ സമയത്ത് ആ സ്ത്രീയുടെ ബന്ധുക്കൾ, ഗുരുജനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവരും ഉള്ള ഒരു വേദിയിലേക്ക്, പാഞ്ചാലിയുടെ കാര്യമാണ് പറയുന്നത്, പാഞ്ചാലിയെ ദുര്യോധനൻ ദുശാസനോട് പിടിച്ചു കൊണ്ടുവരാൻ പറയുന്നു. അവളെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് നിരാലംബയായ ആ സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ നീ കൈകൊട്ടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എവിടെ പോയി നിന്റെ ധർമ്മബോധം എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് നീ രക്ഷിക്കാത്ത ധർമ്മം നിന്നെ രക്ഷിക്കില്ല. അഭിമന്യു എന്ന് പറയുന്ന ഒരു ബാലൻ, ആ ബാലന്റെ പുറകിലൂടെ ആയുധം കയറ്റി നീ കൊന്നു ആ ബാലനെ. ഒരു യോദ്ധാവ് മുമ്പിലാണ് നേരിടേണ്ടത്, നീ ചതി കാണിച്ചു. ആ സമയത്തൊന്നും നീ രക്ഷിക്കാത്ത ധർമ്മം നിന്നെ രക്ഷിക്കില്ല. അപ്പൊ എന്താണ് താല്പര്യം? ധർമ്മ സർവത്ര വിജയം എന്ന് പറയുമ്പോൾ ആ ധർമ്മത്തെ നാം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് മറ്റൊന്നും വേണ്ട, ആൾബലം വേണ്ട, ധനം വേണ്ട, ഒരാളുടെ ബലമില്ലെങ്കിലും വിജയം നമ്മുടെ അടുത്ത് തന്നെയായിരിക്കും. നമുക്ക് പറയുവാൻ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും ഗുരുജനങ്ങളുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വിജയം നേടിയത് കോടാനുകോടി ആസ്തി കൊണ്ടല്ല വിജയം നേടിയത്. നേരത്തെ പറഞ്ഞതുപോലെ സഹസ്രാബ്ദങ്ങൾ നിലനിന്ന ഈ ഇരുണ്ട വ്യവസ്ഥിതിയെ മാറ്റിമറിച്ചത് കോടിക്കണക്കിന് രൂപ എടുത്ത് നിക്ഷേപിച്ചുകൊണ്ടല്ല, മറിച്ച് ഒറ്റ ഫലമാണ്. എന്ത്? ധർമ്മത്തിന്റെ ബലം. ശ്രീനാരായണ ധർമ്മം എന്നാ ധർമ്മത്തിന്റെ ഒരൊറ്റ ബലത്തിലാണ് ഇന്ന് ജനലക്ഷങ്ങള് ഇന്ന് സന്തോഷവാന്മാരായിട്ട് ആത്മഗൗരവത്തോടു കൂടി ജീവിക്കുന്നത്. അതുകൊണ്ട് ധർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആ ധർമ്മം നമ്മെയും രക്ഷിക്കുന്നു. ആ ധർമ്മം നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, എപ്രകാരമാണ് നമ്മൾ ധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടത്? എപ്രകാരം അനുഷ്ഠിക്കണം? അതാണ് അവസാനത്തെ വരിയിൽ ഗുരുദേവൻ സൂചിപ്പിക്കുന്നത്. ഭവതു ശ്രേയസേ നൃണാം, മനുഷ്യന്മാരുടെ ശ്രേയസ്സിനായി ഭവിക്കട്ടെ. ഇവിടെ ചിന്തിക്കേണ്ട വളരെ രസകരമായ ഒരു വാക്ക്. ഇപ്പൊ എല്ലാ ഭാഷയിലും ഉള്ളതുപോലെ സംസ്കൃതത്തിലും ക്രിയാപദങ്ങളുണ്ട്, വേർഡ്സ് എന്ന് പറയും. ഈ ഭവതു എന്നുള്ളത് ഒരു ക്രിയാപദമാണ്. ഇപ്പൊ നമ്മൾ ക്രിയകളെ, അതായത് ഭൂതകാലം, ഭാവികാലം എന്നൊക്കെ പറഞ്ഞ ഓരോ ക്രിയകളെ നമ്മളിങ്ങനെ തരംതിരിക്കുമ്പോൾ സംസ്കൃതത്തില് ഒരു കാലമാണ് ലോട്ട് എന്ന് പറയും. ലോട്ട്, ആശിഷി, ലിംഗ്, ലോട്ട് എന്ന് പറയും. ലോട്ട് എന്ന് പറഞ്ഞാൽ ലോട്ട് ലകാരത്തിൽ, അതൊരു ശാസ്ത്രീയ ഭാഷയാണെങ്കിൽ കേൾക്കുക, ലോട്ട് ലകാരത്തിൽ ഒരു ക്രിയാപദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഭവിക്കട്ടെ, അങ്ങനെയായി തീരട്ടെ എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് ആജ്ഞ എന്നുള്ള അർത്ഥത്തില്, പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തില്, അനുമതി കൊടുക്കുക എന്ന അർത്ഥത്തില്, ആശീർവാദം കൊടുക്കുക എന്ന അർത്ഥത്തിലൊക്കെ ഈ ലോട്ട് ലകാരത്തിലെ ക്രിയാപദങ്ങൾ പ്രയോഗിക്കും. ഭവതു എന്ന് പറഞ്ഞാൽ ലോട്ട് ലകാരത്തിലെ ഒരു ക്രിയാപദമാണ്, ഭൂധാതുവിൻ്റെതാണ്. അർത്ഥം മനുഷ്യർക്ക് ശ്രേയസ്സിനായി ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? അവിടെ മനുഷ്യന്റെ പ്രയത്നത്തെയും സൂചിപ്പിക്കുന്നു. ഒരു കുട്ടി നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞു, ഞാൻ IAS പഠിക്കുക. നമ്മൾ പറയാണ് നീ കളക്ടറായി തീരട്ടെ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇപ്പോൾ ആ കുട്ടി കളക്ടർ അല്ല, മറിച്ച് കളക്ടറായി തീരണമെങ്കിൽ ആ കുട്ടിയുടെ പ്രയത്നം അനിവാര്യമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ധർമ്മത്തെ നീ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ധർമ്മ സർവത്ര വിജയി, നിനക്ക് എല്ലാ മേഖലയിലും വിജയം ഉണ്ടാകും. ഈ ഭവതു എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ അനുഷ്ഠിക്കൂ. ആ അനുഷ്ഠിക്കുന്നതിലൂടെയാണ് മനുഷ്യർക്ക് ശ്രേയസ്സിലേക്ക് ഉയരാൻ സാധിക്കുന്നത്. അല്ലാതെ മനുഷ്യരെ ധർമ്മം ശ്രേയസ് ഉള്ളവരാക്കി തീർത്തു എന്നല്ല പറയുന്നത്, മറിച്ച് മനുഷ്യരെ ധർമ്മം ശ്രേയസ്സുള്ളവരാക്കി തീർക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ വിജയിക്കട്ടെ, നീ കളക്ടറായി മാറട്ടെ, നീ എഞ്ചിനീയറായി മാറട്ടെ എന്ന് ആഷിർ ലോട്ടിൽ ഒരു ക്രിയ പ്രയോഗിക്കുമ്പോൾ, ആശീർവാദ അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിനർത്ഥം ഇപ്രകാരമാണ്: നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ ധർമ്മം നമ്മുടെ ശ്രേയസ്സിനായിട്ട് ഭവിക്കും, നമ്മെ ശ്രേയസ്സിലേക്ക് ഉയർത്തുമെന്ന് പറയും. ഇവിടെ നമ്മൾ ധർമ്മത്തിന്റെ അനുഷ്ഠാനത്തെയാണ് മനസ്സിലാക്കുന്നത്. ധർമ്മത്തെ നമ്മൾ അനുഷ്ഠിക്കണം. ഒന്നാമത്തെ വരിയിൽ ധർമ്മത്തിന്റെ ഫിലോസഫിക്കൽ, ദാർശനിക നിർവചനം പഠിച്ചു. രണ്ടാമത്തെ വരിയിൽ ധർമ്മത്തിന്റെ വ്യാവഹാരിക നിർവചനം പഠിച്ചു. നാലാമത്തെ വരിയിൽ നമ്മൾ ധർമ്മത്തെ എപ്രകാരം അനുഷ്ഠിക്കുന്നു എന്ന് പഠിക്കുന്നു. ആ അനുഷ്ഠിക്കുന്നതിലൂടെ ധർമ്മം നമ്മളെ എല്ലാ മേഖലയിലും വിജയത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുമെന്ന്
മൂന്നാമത്തെ വരിയിൽ മനസ്സിലാക്കാം. അപ്പൊ ഒരു പഴയകാല ശ്ലോകമാണ്. ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യമേത പശുഭിർ നരാണാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷ ധർമ്മേണ ഹീന പശുഭി സമാനം. ചില കാര്യങ്ങളിലൊക്കെ മനുഷ്യനും മൃഗങ്ങളും ഒരുപോലെയാണ്. ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ വിശന്നാൽ മനുഷ്യനും കഴിക്കും, മൃഗങ്ങളും കഴിക്കും. ഉറങ്ങും, നല്ല ക്ഷീണം വന്നാൽ ഉറങ്ങും മനുഷ്യനും മൃഗങ്ങളും. എന്തെങ്കിലും ഒരു പേടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി മനുഷ്യനും മൃഗങ്ങളൊക്കെ പേടിക്കും, ഭയമുണ്ടാകും. പ്രത്യുൽപാദന ധർമ്മം മനുഷ്യനും മൃഗങ്ങളും നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ഇവയിലെല്ലാം മനുഷ്യനും മൃഗങ്ങളും ഒരേപോലെയാണ്. പിന്നെ ഏത് ഘടകമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്? ഏത് ഘടകമാണ്? ധർമ്മോഹി തേഷാം അധികോ വിശേഷം. തേഷാം എന്ന് പറഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങളും. അവയിൽ ധർമ്മം മാത്രമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്, ധർമ്മബോധം. ആ ധർമ്മബോധം ഇല്ലെങ്കിലോ ധർമ്മേണ ഹീന പശുഭി സമാനം. ധർമ്മം ഇല്ലെങ്കിൽ മനുഷ്യൻ മൃഗങ്ങൾക്ക് സമാനമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ധർമ്മം എന്ന് മനസ്സിലാക്കേണ്ടത് വിവേചന ബുദ്ധിയാണ്, വിവേകമാണ്. ഒരു മൃഗത്തിന് ഇതെന്റെ സഹോദരനാണ്, ഇതെന്റെ സഹോദരിയാണ്, അല്ലെങ്കിൽ ഇതെന്റെ അമ്മയാണ്, അച്ഛനാണെന്ന് വിവേചനം ചെയ്യാനുള്ള കഴിവില്ല. ആ മൃഗം ആദ്യഘട്ടത്തിൽ തന്റെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ ഒരു സുരക്ഷത്തിൽ കഴിയും. പിന്നീട് ഇത് അമ്മയാണ്, അച്ഛനാണ്, സഹോദരിയാണ്, അന്യനാണ് എന്നുള്ള വിവേചന ശക്തി അതിനില്ല. അതൊരു യാന്ത്രികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, പ്രകൃതിയുടെ നിയമങ്ങൾ പെട്ടിട്ട്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് വ്യക്തമായിട്ട് വിവേചിച്ചറിയാൻ സാധിക്കും. ഇതെന്റെ സഹോദരിയാണ്, ഇതെന്റെ സഹോദരനാണ്, ഇതെന്റെ ഇന്നയാളാണ്, ശത്രുവാണ്, മിത്രമാണെന്ന് മനുഷ്യന് വ്യക്തമായിട്ട് വിവേചനം ചെയ്യാനുള്ള കഴിവുണ്ട്. ആ വിവേചനം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടാലോ മുമ്പിൽ സഹോദരി വന്നാലും അമ്മ വന്നാലും മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, പല വാർത്തകളും കേട്ട് കഴിഞ്ഞാൽ ഇതല്ലേ സംഭവിക്കുന്നത്. അപ്പൊ മനുഷ്യനിൽ നിന്ന് ആ ധർമ്മം വിവേചനം ചെയ്ത് അറിയാനുള്ള ആ ധർമ്മം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിട്ട് തീരുന്നു? മനുഷ്യൻ മൃഗമായിട്ട് തീരുന്നു. അതുകൊണ്ട് മനുഷ്യനെ മൃഗമായി അധപ്പതിപ്പിക്കാതിരിക്കാൻ, ഒരു മൃഗം ഒരിക്കലും അധപ്പതിച്ച ജീവിയല്ല, മറിച്ച് പ്രകൃതി നിയമങ്ങളിലൂടെ മാത്രമേ ജീവിക്കുന്നു, തിരിച്ചറിവില്ലാതെ. അങ്ങനെ ഒരു ജീവിതത്തിലൂടെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. മറിച്ച് ഉയർന്നൊരു ലക്ഷ്യത്തെ നമുക്ക് നേടിയെടുക്കാൻ ഒരു ഉയർന്ന ജീവിതം ആവശ്യമാണ്, ധാർമ്മികമായ. ആ ധാർമ്മികമായ ജീവിതത്തിലേക്ക് നമ്മൾ ധർമ്മത്തെ നമ്മൾ അനുഷ്ഠിക്കണം. എങ്ങനെ അനുഷ്ഠിക്കണം? ആ അനുഷ്ഠാന കാര്യങ്ങളാണ് ഗുരുദേവൻ പഞ്ചശുദ്ധിയിലൂടെ, പഞ്ചമഹാധർമ്മങ്ങളിലൂടെ, പഞ്ചമഹായജ്ഞങ്ങളിലൂടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ സമയമില്ല. അങ്ങനെ ഗുരുദേവൻ തന്നിരിക്കുന്ന അനുഷ്ഠാന പഞ്ചകങ്ങൾ, അനുഷ്ഠാന പഞ്ചകങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, പഞ്ചമഹായജ്ഞം, ഇവയെല്ലാം നാം അനുഷ്ഠിക്കുന്നതിലൂടെ നാം ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരായി തീരുന്നു. ആ അനുഷ്ഠാനം നമ്മെ എന്തിലേക്ക് ചെന്നെത്തിക്കും? സർവത്ര വിജയത്തിലേക്ക് ചെന്നെത്തിക്കും. അപ്പൊ ഇത്രയുമാണ് ധർമ്മം എന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് സംക്ഷിപ്തമായിട്ട് മനസ്സിലാക്കണം. ഇനി അനുബന്ധമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അനുബന്ധമായി ഒരു കാര്യം കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു പഠന ക്ലാസ് ഉപസംഹരിക്കുകയാണ്. നമ്മൾ ധർമ്മത്തിന്റെ പൊതുവായ ലക്ഷണങ്ങളും അവയുടെ നിർവചനങ്ങളും മനസ്സിലാക്കി. ഇനി ചോദ്യം, എന്താണ് ശ്രീനാരായണ ധർമ്മം? ശ്രീനാരായണ ധർമ്മം ഇത് ഒന്നു തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടി വിശേഷമായിട്ട് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് മനസ്സിലാക്കുന്നത്? ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ 73 വർഷം സശരീരഭാവത്തിൽ അവിടുന്ന് ജീവിച്ചു. ആ ജീവിതത്തിൽ അവിടുന്ന് ഏത് വീക്ഷണ കോണിലൂടെയാണ് ഈ സമൂഹത്തെ നോക്കിക്കണ്ടത്, ആ വീക്ഷണ കോണിലൂടെ നമ്മൾ ഈ സമൂഹത്തെ നോക്കിക്കാണുക. ഒരു ഗൃഹസ്ഥൻ എങ്ങനെയായിരിക്കണം, ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം, ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു ബ്രഹ്മചാരി, സന്യാസി എങ്ങനെയായിരിക്കണം, ഒരു സമൂഹം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ ഗുരുവിന്റെ വീക്ഷണം എന്താണോ അതേ വീക്ഷണത്തിൽ ഈ സമൂഹത്തെ നോക്കിക്കാണുക. ഇത് ഒന്നാമത്തെ കാര്യം. 2, ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്കായി പകർന്നു നൽകിയ കൃതികളെ, 63ഓളം കൃതികളെ നിത്യവും പഠിക്കുക. മൂന്നാമത്തെ കാര്യം, ഗുരുദേവൻ നമുക്ക് ഈശ്വരൻ തന്നെയാണ്. ഗുരുവിന്റെ ഈശ്വരീയ ഭാവത്തെ സ്വീകരിക്കുക. ഈ 3 കാര്യങ്ങളാലും ഉണ്ടാക്കിയ ഒരു മഹാസൗധമാണ് ശ്രീനാരായണ ധർമ്മം അഥവാ ശ്രീനാരായണ ദർശനം.
ആ മഹാസൗധത്തെ താങ്ങി നിർത്തിയ തൂണുകളാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന് അനുകമ്പ, രണ്ട് സമന്വയം. അനുകമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുകമ്പ എന്ന് പറഞ്ഞാല് സഹതാപമല്ല. നമുക്ക് നമ്മേക്കാൾ താഴ്ന്നവർ എന്ന് തോന്നുന്ന ആളുകളോടുള്ള മാനസിക ഭാവമാണ് സഹതാപം. അയ്യോ, അവൻ എന്നെക്കാളും പണമില്ലാത്തവൻ, ജാതിയിൽ താഴ്ന്നവൻ, പദവിയിൽ താഴ്ന്നവൻ, അയ്യോ പാവം. ഇതിനെ നമുക്ക് സഹതാപം എന്ന് പറയാം. പക്ഷെ അനുകമ്പ എന്താണ്? അനുകമ്പ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനൊരു മുറിവ് പറ്റിയാൽ കുഞ്ഞിന്റെ ശരീരത്തിനും മനസ്സിനും മാത്രമല്ല നോവുന്നത്, വേദനിക്കുന്നത്, മറിച്ച് അമ്മയുടെ മനസ്സും ശരീരവും നോവും. നമുക്ക് കുഞ്ഞിന്റെ ശരീരം വേറെയല്ലേ, അമ്മയുടെ ശരീരം വേറെയല്ലേ. എന്നിട്ട് എങ്ങനെ ആ ശരീരത്തിൽ നൊന്തപ്പോൾ ഇവിടെ നൊന്തു? കാരണം അമ്മയെ സംബന്ധിച്ച് കുഞ്ഞിന്റെ ശരീരം, കുഞ്ഞിന്റെ അസ്തിത്വം, കുഞ്ഞിന്റെ മനസ്സ് തന്റെ ശരീരത്തിൽ നിന്നോ അസ്തിത്വത്തിൽ നിന്നോ മനസ്സിൽ നിന്നോ വേറെയല്ല, തന്റെ ശരീരം തന്നെയാണ്. അമ്മയുടെ ബോധമണ്ഡലത്തിൽ ആ കുഞ്ഞിന്റെ ശരീരം തന്റെ ശരീരം തന്നെയാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ തന്റെ മനസ്സിന് മുറിവ് പറ്റും. അതേപോലെ തന്നെ ഈ ലോകത്തെ മുഴുവൻ തന്റെ ശരീരമായും മനസ്സായും താനായും സാക്ഷാത്കരിച്ചിരിക്കുന്ന ഒരു മഹാത്മാവിന് ഈ ലോകത്തിലെ ഓരോ പ്രാണിയുടെയും പീഡയും വേദനയും ആ മഹാത്മാവിന്റെ വേദനയായിട്ട് അദ്ദേഹത്തിന് അനുഭവം ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് ലോകത്തിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുഃഖവും മാറ്റാൻ വേണ്ടി ആ മഹാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കും. എന്തുകൊണ്ട്? ഈ അനുകമ്പ ഉള്ളത് കൊണ്ട്. ലോകത്തെ മുഴുവൻ സ്വന്തമായി കണ്ടുകൊണ്ട് ലോകത്തിലെ ഓരോ പ്രാണിയുടെയും ദുഃഖവും സന്തോഷവും പീഡയും എല്ലാം തന്റെ തന്നെ ദുഃഖവും സന്തോഷവുമാണെന്ന് തിരിച്ചറിയുന്ന ആ ഭാവത്തെയാണ് അനുകമ്പ എന്ന് പറയുന്നത്. അനുകമ്പത ഇതി അനുകമ്പ, പിന്തുടർന്ന് വരുന്ന കമ്പനം. മറ്റൊരാളുടെ വേദനയാൽ പിന്തുടർന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന കമ്പനം, ഇതാണ് അനുകമ്പ. സമന്വയം എന്താണ്? സമന്വയമാണ് നമ്മൾ ഇന്നത്തെ ശ്ലോകത്തിൽ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. എല്ലാ വൈരുദ്ധ്യങ്ങളെയും, വ്യക്തികൾ തമ്മിലുള്ള വൈരുദ്ധ്യം, മതങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം, എല്ലാ വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് നിർത്തി എല്ലാറ്റിന്റെയും സാരം, അന്തസത്ത ഏകമാണെന്ന് കണ്ടെത്തുന്ന ദർശനമാണ് സമന്വയം. ഇത് രണ്ടുമാണ് ഗുരുദേവ ദർശനത്തിന്റെ, ശ്രീനാരായണ ധർമ്മത്തിന്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്നത്. നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് സമയം 8:30 ഇന്നത്തെ ഈ ഒരു പഠന ക്ലാസ് ഉപസംഹരിക്കുക. ഓം ശ്രീനാരായണ ഗുരുവർപ്പണം. നമസ്തേ സ്വാമിജി. വളരെ നന്ദി സ്വാമിജി. നമസ്തേ. ഇത്രയും സമയം വളരെ വ്യക്തമായി, വളരെ സരളമായി മഹാഗുരുവിനാൽ വിരചിതമായ ധർമ്മം എന്ന കൃതിയെക്കുറിച്ച് നമുക്ക് സ്വാമിജി പറഞ്ഞു തന്നു. ഈ കൃതിയെക്കുറിച്ച് ഒരു അവലോകനം നടത്തുന്നതിനായി ശ്രീമതി ബിന്ദു സജീവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി ബിന്ദു സജീവ്, ചേച്ചി ലൈനിൽ ഇല്ലാന്ന് തോന്നുന്നു. ശ്രീ സുരേഷ് സാർ. യെസ്, വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഒരു വ്യാഖ്യാനം തന്നെയാണ് സ്വാമികൾ നൽകിയത്. ഈ ധർമ്മ എന്ന് പറയുന്ന ശ്ലോകം ആത്മീയമായും ഭൗതികമായും ആ രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് സ്വാമികൾ അതിനെ വ്യാഖ്യാനിച്ചിട്ട് ഉണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൃതി തന്നെയാണ് ഇത്. ഈ ധർമ്മ സർവത്രി എന്ന് പറയുമ്പോൾ ഞാനൊക്കെ അത് മനസ്സിലാക്കിയത് സ്വാമി പറഞ്ഞപ്പോഴാണ് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലായി. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ധർമ്മമാണല്ലോ, അല്ലെങ്കിൽ ബ്രഹ്മമാണല്ലോ. ബ്രഹ്മത്തിനൊരിക്കലും ഒരു ഈ പരാജയമില്ല. കാരണം ബ്രഹ്മം ചെയ്യുന്നത് മുഴുവനും വിജയം തന്നെയാണ്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് പരാജയമില്ല. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടല്ലോ. അദ്ദേഹം സൃഷ്ടിക്കുന്നു, അദ്ദേഹം നിലനിർത്തുന്നു, അദ്ദേഹം സംഹരിക്കുന്നു. അപ്പൊ അതിന് പരാജയമില്ല. അപ്പൊ സർവത്ര വിജയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യുന്നത് മുഴുവനും വിജയകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ പുതിയ ആധുനിക കാലഘട്ടത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പമൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അവിടെ സൃഷ്ടിസ്ഥിതികൾ എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പുനരധി ജനനം, പുനരധി മരണം എന്നൊക്കെ പറയുന്ന ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം വളരെ നല്ല ഒരു വ്യാഖ്യാനമാണ്. പക്ഷെ ഇത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. കാരണം ഇത് ധർമ്മ എന്ന് പറയുന്നത് ഒരു നല്ല വേദാന്തപരമായിട്ട് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് സ്വാമികൾ പറഞ്ഞത് വളരെ നല്ല രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കും. കുറച്ചും കൂടെ ലളിതമായിട്ടും സ്വാമികൾ അത് പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവന്റെ നമ്മുടെ എങ്ങനെയാണ് ആ ധനം ആയിട്ട് നമുക്ക് ഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഹാധനം അല്ലേ,
അതുമൊക്കെ സ്വാമി പറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി സ്വാമി, വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നന്ദി സുരേഷ് സാർ. നമ്മുടെ ക്ലാസ്സിന്റെ സമയം ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വ്യാഴാഴ്ചയും നടന്നു വരുന്ന ജഗത്വാണി ഗുരുവാര പാഠശാലയിലേക്ക് തൻ്റെ വളരെയേറെ അധികം തിരക്ക് പിടിച്ച സമയത്തിലും സ്വാമിജി വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തു തന്നതിന് ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ പേരിലും ഈ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തരുടെ പേരിലും സ്വാമിജിയോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ ഇപ്പൊ സമർപ്പണ പ്രാർത്ഥനയോടുകൂടി അവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നതിനായി ശ്രീ ബാബു ബി.എൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഒരിക്കൽ കൂടെ സ്വാമിജിക്ക് നന്ദി പറയുന്നു. നമ്മുടെ ക്ലാസ് ഇന്നിവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. നമസ്തേ സ്വാമിജി. നമസ്തേ.